ഹലോ എവ്രിവൺ. റെയിൽവേ ആസ്പിരൻസിനെ സംബന്ധിച്ച് വളരെ നല്ലൊരു ഇൻഫർമേഷൻ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. റെയിൽവേയിൽ 2,61,000-ൽ പരം ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വേക്കൻസീസിനെ സ്റ്റേറ്റ് ചെയ്തുകൊണ്ട് ഒരു നോട്ടീസ് ലോക്സഭയിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു നോട്ടീസും ഈ ഒരു ഡീറ്റെയിൽസും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. നമുക്ക് ഇതിന്റെ ജെന്യൂനിറ്റി നോക്കി മനസ്സിലാക്കി തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാൻ പറ്റും. ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത് ലോക്സഭയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെയാണ്. ലോക്സഭയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഈ ഒരു നോട്ടീസ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെ എടുക്കാം. ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇങ്ങനെ sunset.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഫിൽറ്റർ ചെയ്യാം, ഡേറ്റ് അനുസരിച്ച് ഫിൽറ്റർ ചെയ്യാം. അതായത് ഓഗസ്റ്റ് 2 എന്ന ഡേറ്റിൽ തന്നെയാണ് ഈ ഒരു നോട്ടീസ് പബ്ലിഷ് ചെയ്തത്. അതുകൊണ്ട് ഓഗസ്റ്റ് 2 ഡേറ്റ് എടുത്തു. അതുപോലെ റെയിൽവേ, മിനിസ്ട്രി ഓഫ് റെയിൽവേസ് ആയതുകൊണ്ട് റെയിൽവേസ്, ഇതിൽ നിന്ന് റെയിൽവേസ് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, റെയിൽവേ സെലക്ട് ചെയ്തു. അതുപോലെ ക്വസ്റ്റ്യൻ ടൈപ്പ് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഫിൽറ്റർ അപ്ലൈ ചെയ്തപ്പോൾ കുറെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അതിൽ തന്നെ നോട്ടിഫിക്കേഷൻ നമ്പർ 2237 2237 എന്ന് പറയുന്ന ഫില്ലിംഗ് അപ്പ് വേക്കൻറ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം. അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ ആണ്. അത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് ആ നോട്ടിഫിക്കേഷൻ ഈ കാണുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്, ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് വളരെ നല്ല കുറച്ച് നമ്മൾ റെയിൽവേ ആസ്പിരൻസിനെ സംബന്ധിച്ച് വളരെ നല്ല കുറച്ച് ന്യൂസുകൾ ഈ ഒരു പോസ്റ്റിനകത്തുണ്ട്, ഈ ഒരു നോട്ടീസിനകത്തുണ്ട്. അപ്പോൾ ഇത് റെയിൽവേയിൽ ലോക്സഭയിൽ പ്രസന്റ് ചെയ്ത അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ നമ്പർ 2237 ടു ബി ആൻസേർഡ് ഓൺ 2/8/2023 ഇന്നത്തെ ഡേറ്റ് അനുസരിച്ചിട്ടാണ് ഈ ഒരു നോട്ടീസ് നമുക്ക് കിട്ടുന്നത്. ഇത് റിലേറ്റഡ് ടു മെമ്പർ ഓഫ് പാർലമെന്റ്സ്, ഇത്രയും പേരുടെ പേര് നമുക്ക് കാണാൻ പറ്റും. അതായത് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അൺസ്റ്റാർട്ട് ക്വസ്റ്റ്യൻസ്, കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിനകത്ത് വരുന്ന വിൽ ദ മിനിസ്ട്രി ഓഫ് റെയിൽവേ ബി പ്ലീസ്ഡ് ടു സ്റ്റേറ്റ്, അതായത് റെയിൽവേക്ക് ഉള്ള കുറെ ചോദ്യങ്ങളാണ്. അതായത് ക്വസ്റ്റ്യൻ ആദ്യത്തെ പോയിന്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. വെദർ ദ ഗവൺമെന്റ് ഇസ് അവെയർ ഓഫ് ദ സിവിയർ സ്റ്റാഫ് ഷോർട്ടേജ് ഫേസ്ഡ് ബൈ ഇന്ത്യൻ റെയിൽവേസ് വിത്ത് several gazetted and more than 3.12 lakh non-gazetted posts lying vacant across 18 zones, and if so, the details thereof zone division wise. അതായത് ആദ്യത്തെ പോയിന്റിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് റെയിൽവേസിനോട്. 3,12,000 ഗസറ്റഡ്, അതുപോലെ തന്നെ നോൺ ഗസറ്റഡ് 3,12,000 നോൺ ഗസറ്റഡ് പോസ്റ്റുകളും അതുപോലെ തന്നെ ഗസറ്റഡ് പോസ്റ്റുകളും വേക്കന്റ് ആയിരിക്കുന്നതിനെ പറ്റിയുള്ള അത് കാരണം ഇന്ത്യൻ റെയിൽവേസിൽ ഉണ്ടായ ഷോർട്ടേജിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ആണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആ ഒരു ഇൻഫർമേഷൻ, അതായത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് റെയിൽവേയിലുള്ള ഒരുപാട് നമ്പർ ഓഫ് സ്റ്റാഫ് ഷോർട്ടേജസ് എത്രയും പെട്ടെന്ന് ഫിൽ ചെയ്യേണ്ട ആവശ്യം, ഇതെല്ലാം ഈ ഒരു നോട്ടീസിൽ നിന്ന് വ്യക്തമാകുന്നതാണ്. രണ്ടാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. വെദർ ദ റെയിൽവേ ഹാസ് ടേക്കൺ എനി മെഷർ ടു address the shortage of staff in all the zones including എറണാകുളം, കേരള. ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയുള്ള എറണാകുളത്ത് ഉള്ള റെയിൽവേസിലുള്ള സ്റ്റാഫ് ഷോർട്ടേജും അത് കാരണം ഉണ്ടായ ആക്സിഡൻസിനെ പറ്റിയൊക്കെ റെയിൽവേസ് അവെയർ ആണെങ്കിൽ അവരെടുത്ത മെഷേഴ്സ് എന്താണ് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെയുള്ള റെയിൽവേയിലുള്ള കറന്റ്ലി ഉള്ള സ്റ്റാഫ് ഷോർട്ടേജിനെ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള കുറെ അധികം ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസിൽ നിന്നെല്ലാം നമുക്കിപ്പോൾ വ്യക്തമാണ് കറന്റ് വലിയ സ്റ്റാഫ് ഷോർട്ടേജ് ഇന്ത്യൻ റെയിൽവേസിലുണ്ട്. അതുകൊണ്ട് തന്നെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ ഇവിടെ പറയുന്ന ഡി എന്ന് പറയുന്ന പോയിന്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വെദർ ദ ഗവൺമെന്റ് ഹാസ് ഇംപ്ലിമെന്റഡ് എനി മെഷർ ടു എക്സ്പെഡിറ്റ് ദ റിക്രൂട്ട്മെന്റ് പ്രോസസ് ആൻഡ് എൻഷുർ ടൈംലി അപ്പോയിന്റ്മെന്റ്സ്, ആൻഡ് ഇഫ് സോ ദ സ്റ്റെപ്സ് ടേക്കൺ ഇൻ ദ റിഗാർഡ്. അതായത് ഈ ഒരു പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ഫർദർ ഫാസ്റ്റ് ആക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താണ് എന്ന് ചോദ്യം ചെയ്തുകൊണ്ടാണ് അടുത്ത ഡി എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ ഇതെല്ലാം ഇന്ത്യൻ റെയിൽവേയിൽ ഉള്ള വേക്കൻസീസ് ഫിൽ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു PDF ആവശ്യമുള്ളവർ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഈ ഒരു PDF അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് ഇതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതിന്റെ പിന്നെ അടുത്ത പേജുകളിലായിട്ട് നോക്കിയാൽ ടോട്ടൽ വേക്കൻസീസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഡീറ്റെയിൽസ് ഓഫ് ടോട്ടൽ വേക്കൻസീസ്, സോൺ വൈസ് ടോട്ടൽ വേക്കൻസീസ് ആസ് ഓൺ
1/7/2023. ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നമ്പർ ഓഫ് വേക്കൻസീസ്. സോൺ തിരിച്ചിട്ട് ഓരോ സോണിലുള്ള വേക്കൻസീസിന്റെ എണ്ണം, ഗസറ്റഡ് സെപ്പറേറ്റ്, നോൺ ഗസറ്റഡ് സെപ്പറേറ്റ്. ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് 2,61,000 നോൺ ഗസറ്റഡ് പോസ്റ്റ്, 2,61,000 നോൺ ഗസറ്റഡ് പോസ്റ്റും, ഗസറ്റഡ് പോസ്റ്റ് വരുമ്പോൾ 2,680 പോസ്റ്റും. ഇത്രയും നമ്പർ ഓഫ് വേക്കൻസീസ് ഉണ്ട് എന്ന് അറിയുന്നത് റെയിൽവേ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് വളരെ മോട്ടിവേഷൻ നൽകുന്ന ഒരു കാര്യമാണ്. ഈ ഒരു ഇൻഫോർമേഷൻസ് ഒക്കെ എന്തിനാണ് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ, നേരത്തെ കൂട്ടി പ്രിപ്പയർ ചെയ്യാൻ ഉള്ള അവസരമായിട്ട് തന്നെ കാണണം. നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കുറേയും കൂടി ഊർജിതമാക്കാനുള്ള ഒരു അവസരമായിട്ട് തന്നെ കണ്ടിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തോളുക. അതുപോലെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു ദ വേക്കൻസി ഓഫ് ഓപ്പറേഷണൽ സേഫ്റ്റി കാറ്റഗറീസ് ആർ 53,178. അപ്പോൾ ആ ചോദിച്ച ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ എന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത്. ദ വേക്കൻസീസ് ആർ ഫിൽഡ് അപ്പ് പ്രൈമർലി ബൈ പ്ലേസ്മെന്റ് ഓഫ് ഇന്റൻസ് ബൈ റെയിൽവേസ് വിത്ത് റിക്രൂട്ട്മെന്റ് ഏജൻസീസ് ആസ് പെർ ഓപ്പറേഷണൽ റിക്രൂട്ട്മെന്റ്സ്. ഓക്കെ, ഈ ഇൻഫോർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇതിന്റെ ഒരു ജെനുവിനിറ്റിയും കൂടി നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത് വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. ലോക്സഭയിൽ വന്ന ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന രീതിയിൽ പബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു നോട്ടീസ് എന്നാണ് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്തത്. മറ്റൊന്നുമല്ല, ഇത് റിക്രൂട്ട്മെന്റ് അല്ല, റെയിൽവേ വിളിച്ച റിക്രൂട്ട്മെന്റ് അല്ല, പക്ഷെ റെയിൽവേ വിളിക്കാൻ പോകുന്ന റിക്രൂട്ട്മെന്റിന് മുന്നോടിയായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ റെയിൽവേ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് എത്രയും നന്നായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുമ്പോട്ട് പോവുക. ഇനിയും ഗൈഡൻസ് ആവശ്യമുള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് റെയിൽവേ എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ ഗൈഡൻസ് ആവശ്യമുള്ളവരാണെങ്കിൽ ദിശ അക്കാഡമി തന്നെ ഓഫ്ലൈൻ സെന്ററുകൾ ട്രിവാൻഡ്രത്തും അതുപോലെ കൊട്ടാരക്കരയിലും അവൈലബിൾ ആണ്. അവിടെ പുതിയ ബാച്ചുകൾ എല്ലാ മന്തും 1 or more ബാച്ചസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി പഠിക്കണം, അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് വേണം എന്നുള്ളവർക്ക് അവിടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ദിശ അക്കാഡമിയുടെ തന്നെ ഓൺലൈൻ കോച്ചിങ് ഉണ്ട്. ഡെയിലി 2 സെഷൻ ലൈവ് ക്ലാസ്സുകൾ എന്ന രീതിയിലാണ് അവിടെ പോകുന്നത്. ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് വേണമെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നന്നായിട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. അപ്പോൾ thank you for watching the video.